സ്നേഹനിധിയായ എന്റെ പുത്രൻ. ഞാനും അമ്മയുള്ളതായിരുന്നു എന്റെ ഫാമിലി. ഞാനും അച്ഛനും ഇവനും ഭയങ്കര വെഡിങ്ങിന് ശേഷമാണ് പറയാൻ ഒരുപാട് ആൾക്കാർ. നമുക്ക് നമ്മൾ അഞ്ചാളില് ഞങ്ങള് ഹാപ്പിയാണ്. ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് വെച്ചാല് ഞാളെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. 3 കൊല്ലായി ഞാൻ ഇയാളെ സഹിക്കുന്നു. 3 കൊല്ലമായിട്ടുള്ള അഭിമാനകരമായ 3 കൊല്ലം. അപ്പോൾ ഒരുപാട് എന്താ പറയാ, ഒരുപാട് കഷ്ടപ്പാടും സന്തോഷവും സങ്കടമൊക്കെ ആയിട്ടുള്ള 3 കൊല്ലം. അതല്ല, ഇതൊക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മക്കൾക്ക് ഓണാഘോഷം പരിപാടിയൊക്കെ സ്കൂള് ഓണപരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഉച്ചക്കത്തെ ഫുഡും കാര്യമൊന്നും ഇല്ല. അപ്പൊ നമ്മള് വന്നിട്ട് വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യാ, കേക്ക് മുറിക്കണം. നമ്മളിന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് അമ്പലത്തിലൊക്കെ പോയി. ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലായിപ്പോയി. ഹോട്ടലും ചീറ്റലും നല്ല ആൾക്കാർ ഇവിടെ അടിയെല്ലാം പൊട്ടിട്ടാണ് കേട്ടോ. അല്ല അടിയല്ലേ, പക്ഷെ വീട് പിന്നെ പൊടുക്കത്തെ മഴ മൊത്തം എനിക്ക് ഫസ്റ്റ് നമ്മളെ കല്യാണത്തിന് മഴ പെയ്തിട്ടില്ല, പകലൊന്നും അന്ന് പെയ്തിട്ടില്ല. പക്ഷെ അതിന് ശേഷം കഴിഞ്ഞ വാർഷികത്തിന് മഴയാ. ഫോണൊക്കെ വീണ് പൊട്ടി സാൻഡ് ബാങ്കിൽ പോയിട്ട്. അപ്പൊ എങ്ങനെ ഇതിനാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാ. രാവിലെ തൊട്ട് ഞാള് വേറൊരു പ്ലാനിങ്ങിലല്ല അതിനെ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിന്റെ വിചാരിച്ച ഒരു സാധനം നടക്കില്ല. വൈകുന്നേരം തന്നെ മഴ. അതുകൊണ്ട് നമ്മളെ വെഡിങ് ആനിവേഴ്സറിന്റെ എപ്പോഴത്തെ ചടങ്ങ് പോലെ കേക്ക് മുറിക്കുന്നു, അത് ഇവരെ ഉദ്ദേശം തന്നെയാണ് നമ്മളെ അല്ലേ. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. ഇല്ലല്ല, അത് പറഞ്ഞു കൊടുക്കും അല്ലേ. എത്ര കൊല്ലായി? 3 കൊല്ലായി. നമ്മള് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം നടക്കാൻ കേക്ക് മുറിക്കണം. എല്ലാരും ആകാംക്ഷയായിട്ട് നോക്കുന്ന സംഭവം എന്ന് പറഞ്ഞാല് ഇവരിത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വൈകുന്നേരം കേക്ക്. ഇവിടെ ഞങ്ങൾക്ക് ഞാൻ തന്നെ ഉണ്ട് കേക്ക് തിന്നാൻ, ഞാൻ തന്നെ ഉണ്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞ കൂട്ടത്തില് ഒരു കല്യാണം നടത്താനുള്ള ആൾക്കാർ ഞാൻ തന്നെ. നല്ല സുഖല്ലേ ഇങ്ങനെ കേക്ക് തിന്നാ എന്താലേ. അതുകൊണ്ട് തന്നെ എന്താ അല്ലാണ്ട് ഞാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഗിഫ്റ്റ് വാങ്ങല്, സർപ്രൈസ് കൊടുക്കല് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. എല്ലാം പറയുന്നത് എല്ലാ ആഘോഷം നമ്മള് അടിച്ചു പൊളിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നതിനെ കൊണ്ട് ഞാൻ സതീഷ് അല്ല ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഞാള് പ്ലാനിങ് സെറ്റ് ആയിട്ടില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ദൈവം ഇങ്ങനെയൊക്കെ എത്തിച്ചതിൽ സന്തോഷമുള്ളൂ അല്ലേ സാർ? പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിലും ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും പിള്ളേരും വെയിറ്റ് ചെയ്യാം. നമുക്ക് കേക്ക് കട്ടിയേറ്റോ. കേക്ക് എടുത്തു. കേക്ക് നല്ല രസത്തിൽ കൊണ്ടുവന്നാ ഇവിടുത്തെ എല്ലാം പോയി. ഞാനല്ല ഹാപ്പി ആനിവേഴ്സറി. ഇതാണ് ഹാപ്പി ആനിവേഴ്സറി. അച്ചാമ്മന്നായിട്ടുണ്ട് കേട്ടോ. ഇത് സിദ്ധുവിന്റെ പേഴ്സാ. സ്നേഹനിധിയായ എന്റെ പുത്രൻ. ഇത് സിദ്ധുവിന്റെ പേഴ്സാട്ടോ. അത് സിദ്ധാർത്ഥിന്റെ പേഴ്സാ. ഡാഡി മമ്മി പൈസ എല്ലാം കണ്ട നമ്മള് ഇവിടത്തെ പൈസ ഡോളറാ. ഡോളറൊക്കെ ഉണ്ട്. സിദ്ധു മോനാണ് അച്ഛന്റെ അമ്മേന്റെ ഫോട്ടോ അല്ലേ സിദ്ധു? ഒക്കെ കല്യാണം കഴിച്ചാ പിന്നെ എടുത്ത് മാറ്റി കളയൂ. ഭാര്യയുടെ ഫോട്ടോ വെക്കുക. മാറ്റൂ ഉറപ്പാന്നേ. എന്താ വെക്കുക? ഞങ്ങൾ മാത്രമുള്ള കുറച്ച് സന്തോഷം. അതുകൊണ്ട് എല്ലാരും ഇല്ല നമ്മളെ ഫാമിലി എല്ലാരും ക്ഷണിച്ചോളുന്നു കേട്ടോ.
ഞാൻ എന്നെ ആടെ കൊണ്ടു എല്ലാം ഞാൻ വീണോട് പോയല്ലേ വീണെല്ലാം ഉണ്ടായിരുന്നു. ഇവൻ നേരത്തെ പറഞ്ഞില്ല ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് എന്താ നിങ്ങളെ വേഗം കൊണ്ടോ എനിക്ക് കൂടിയുള്ള അച്ഛനമ്മയും കൂടിയുള്ളത് അല്ലേ? അമ്മക്ക് തലേത് ഒന്ന് ഒരു ബ്രൂട്ടിന്റെ അത്തർ സ്മെല്ലുണ്ട്. പിന്നെ അച്ഛന് അത്തർ അടിപൊളി കേട്ടോ. അതാ അമ്മക്ക് കമ്പനി അമ്മക്ക് കാതില് ഇതിപ്പോ ഇത് വായിക്കൊണ്ടു. അതിങ്ങൾ പോയിട്ടില്ലേനാ? അപ്പൊ ഞാനും കുഞ്ഞും കൂടി ഇവിടെ പുതിയ ഇവിടുത്തെ ഫാൻസിലാ ഇവിടെ തന്നെ ഒരു ഫാൻസി ഉണ്ട് പുതിയ എല്ലാവർക്കും അറിയണ്ടാവും. എല്ലാവരും പോയിട്ട് എന്താ പറഞ്ഞേ നമുക്ക് കാതിലാണെന്നാ സർപ്രൈസ്. കഴിഞ്ഞ ദിവസം ചോദിച്ചില്ല എൻ്റെ അടുത്ത് കുറച്ചൊരു പൈസ തരണം. ഞാൻ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാനാന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്നാലും പൈസ കൊടുത്ത് മുട്ടായെല്ലാം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കൂടി കൊടുക്കാലോ. പക്ഷെ മുട്ടായി കൊടുത്ത പൈസ കൊണ്ട് വാങ്ങിയാട്ടോ കേട്ടോ പാവം. പൊട്ടിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ വാങ്ങിക്കൊടുത്ത പച്ച നേരത്തെ പൊട്ടിപ്പോയി അല്ലേ? ഇത് പൊട്ടിക്കില്ല കേട്ടോ. എന്താ ഞാൻ നിങ്ങൾക്ക് പൈസ നിങ്ങൾ മുട്ടായി വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാ. അടിപൊളി. ഇതെല്ലാവരും മണത്തളം നോക്കിയതാ? എന്നാ അടുത്ത ആൾ ഓടുന്നുണ്ട്. അവനും കൂടി കിട്ടാൻ വേണ്ടി മുട്ടായി ആയിരിക്കും അല്ലേ സിദ്ധു? എടാ ഇതിലെന്തോ കുലുങ്ങുന്നുണ്ടല്ലേ? ഇതും അവിടുന്ന് ഫ്രണ്ട്സിൽ നിന്ന് വാങ്ങിയതാ? അവിടെ തന്നെ പാക്ക് ചെയ്ത് ഇതെന്താ ഇതോ ഇതച്ഛനാ? ഒരു കീ ചെയിൻ. എല്ലാരും നോക്കുന്നത് എന്റെ ഗിഫ്റ്റിനായിരിക്കും. അതെ ഞങ്ങൾക്കറിയാലോ. എന്താ വെച്ചാൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താട്ടോ, പക്ഷെ ഡിലേ ആയി. അതുകൊണ്ടാണ് തരാൻ പറ്റാഞ്ഞത്. എന്നെ തന്നെ ഗിഫ്റ്റ് ആയിട്ടാ എന്റെ ഒരു സമ്മാനം തരാൻ പറ്റാത്തതിൽ നിങ്ങൾ എന്നെ തന്നെ ഒരു സമ്മാനമായി. ഏറ്റവും വലിയ സമ്മാനം, കൂട്ടത്തിലെ വലിയ സമ്മാനം. ഇപ്പൊ ഒരു 3 years മുന്നേ എന്താ പറയാ നമുക്കൊരു ഫാമിലി കംപ്ലീറ്റ് ആയുള്ള ഒരു ഫാമിലി ഇല്ലേ. എനിക്കാണെങ്കിൽ ഇപ്പം ഞാനും അമ്മയുള്ളതായിരുന്നു എന്റെ ഫാമിലി. അതില് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് അതിലില്ലേനു. ഇപ്പൊ ഒരു 3 years മുന്നേ ആണ് ഞങ്ങൾക്ക് എന്താ പറയാ എനിക്കൊരു കറക്റ്റ് ഇതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് എന്റെ ഫാമിലി. ഞാന് അച്ഛൻ അമ്മ എന്റെ 2 അനിയന്മാര് ഇതാണ് എന്റെ ഫാമിലി എന്നുള്ളൊരു കാര്യം എനിക്കൊരു ഈ ഒരു വെഡിങ്ങിന് ശേഷമാണ് ഇത് കിട്ടിയത്. അപ്പൊ അതേപോലെ തന്നെ ഞാനും അച്ഛനും ഇവനും ശരിക്കും പറയുകയാണെങ്കിലേ ഞാൻ ഒരു അഭിപ്രായം കേട്ടോ. ഇങ്ങനെ ഇനിയിപ്പോൾ ആരെങ്കിലും തന്നെയും ഒരു 2ാം കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ലൈഫ് ഇവിടെ വെച്ച് നിന്ന് പോയി എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചോദിച്ചാൽ ഒരിക്കലും സ്പോയിലാക്കണ്ട, സെക്കൻഡ് മാരേജ് കഴിച്ചോളി. ഇതാ നിന്റെ ഈ പ്രാവശ്യത്തെ വിവാഹ വാർഷികത്തിന്റെ കല്യാണം കഴിച്ചോളി. ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടോന്ന് വെച്ചാല് അത് നമ്മളെ ഫസ്റ്റ് മാരേജിലും ഉണ്ടാവും കുഴപ്പം, സെക്കൻഡ് മാരേജിലും ഉണ്ടാവും. ഇനിയിപ്പോ കല്യാണം കഴിച്ചില്ലേലും കുഴപ്പമില്ല. സെക്കൻഡ് മാരേജ് കഴിച്ചാൽ നല്ല സുഖാന്നല്ല, അവിടെയും പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെ, പക്ഷെ എന്താ അത് സെക്കൻഡ് മാരേജ് കുഴപ്പമുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരും കല്യാണം ഒന്നും കഴിക്കാട്ടെ കേട്ടോ. എന്താ നമ്മൾ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്യണ്ട. പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ കൂടെ ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഞാളെ ലൈഫ് കണ്ടിട്ട് എല്ലാവർക്കും അറിയാം, നെഗറ്റീവ് പൂര പറയുന്ന പോലെ ഉണ്ട്, പോസിറ്റീവ് തരുന്ന പോലെ ഉണ്ട്. അതിൽ ചിലത് നമ്മൾ കേൾക്കും, നമ്മളെടുത്ത് നെഗറ്റീവ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് മാത്രം. പിന്നെ നമുക്ക് ആരെയും തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റൂല. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാല് ഞാൻ ഈ ഒരു അവസരത്തിലാണ് ഞാൻ 5 ആള് ഫസ്റ്റ് രൂപപ്പെട്ടത് അല്ലേ. ഇപ്പൊ ഈ ഒരു കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെവിടെയോ ഇവരെവിടെയോ എന്നുള്ള ഒരു ഇതായിരുന്നു. അതിപ്പോ ചിലപ്പം അംഗീകരിക്കാൻ പറ്റില്ല, നമുക്കൊന്നും വിഷയമല്ല. നമുക്കൊരു വിഷയം നമ്മള് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് നമ്മൾ 5 ആളില് ഞങ്ങള് ഹാപ്പിയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊരു കുഞ്ഞൂനായാലും സജീഷ് ഏട്ടൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് ഒരു അച്ഛൻ അമ്മ എവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എൻ്റെ വീട് എന്നുള്ളൊരു ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊരു ഫാമിലി ഉണ്ടാവണം.
അപ്പോൾ ഓല രൂപത്തിൽ ഇപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാളൊരു പിക്ചർ പൂർണ്ണമായത്, അച്ഛൻ അമ്മ മക്കൾ, അതേപോലെ തന്നെ ഫാമിലി കംപ്ലീറ്റ് ആയത്. അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാമിലിയാണ് ഞങ്ങളത്, ഞങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫാമിലി. ഞാനിപ്പോ ഞങ്ങൾക്ക് 2 കൂട്ടർക്കും അല്ലേ സാർ, 2 കൂട്ടർക്കും നമുക്ക് അങ്ങനെ ഞാനിപ്പോ ഒരു ഫാമിലി കംപ്ലീറ്റ് ആയത്. അപ്പൊ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവരെന്ന് വെച്ചാൽ വെഡിങ് ആനിവേഴ്സറിയോ പിറന്നാളോ എന്തുണ്ടെങ്കിലും നമ്മള് മുഖ്യം ഫുഡാണ്. ഫുഡില്ലാണ്ടൊരു സംഭവമില്ല. ഫുഡ് കഴിക്കാണ്ട് അവര് പറയട്ടെ ഇങ്ങനെ ഒരു പെരുന്നാളുണ്ട് അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ട് ഇവിടെ ഫാം തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കോഴീനെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ യാതൊരു ചിക്കൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പോകുകയാണ് അല്ലേ സാർ? പോലും എന്ത് വെഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ എന്തായാലും ഞാള് ഇല്ല. അപ്പൊ എന്താ വെച്ചാല് നമ്മള് ചിക്കനെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്, അതിലുണ്ടാക്കാം. ഡ്രസ് എന്ന് വെച്ചാല് സംഭവം കേക്കെല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനെയും വിട്ടതാണ്. കാരണം ഇത് കൂട്ടിട്ട് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇക്കളറായി ഇത് മാറും. അതുകൊണ്ട് ഞാനിത് ഊരി വെച്ചിട്ടാണ് അടുക്കളയിലോട്ട് ഇത് കുറെ നേരം അയച്ചു വെച്ചാണ് നമുക്കൊന്ന് ഫ്രീ ആവുക. എന്നിട്ട് വേണം ഫുഡ് ഉണ്ടാക്കിയിട്ട് പരിപാടി ആക്കണം. പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മള് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. കല്യാണം കഴിച്ചാൽ ഇങ്ങോട്ട് സമ്മാനം തരുന്നു. ഫുഡിന്റെ പരിപാടി അത് മാത്രം നോക്കിയാൽ ചിക്കൻ നേരത്തെ തന്നെ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതിനെ കൊണ്ട് തന്നെ പിന്നെ പൊരിക്കാനുള്ള പരിപാടിയുള്ളതിന് കേട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ചതും പൊറാട്ട പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നേ. ചിക്കൻ പൊരിച്ചതും പൊറാട്ടയും ടൊമാറ്റോ ഫ്രൈ ആയിരുന്നു. കുഞ്ഞു സിദ്ധുവൊക്കെ ഈ അടുക്കളയിൽ നിന്ന് തന്നെ തിരിഞ്ഞു കളിക്കുന്നത് ഈ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ മണം കൊണ്ടാട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു 8:30 ആകുമ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കാണുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനകളും എല്ലാം ഞങ്ങളുടെ കൂടെ വേണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.